ടാറ്റ. ഏയ്, നിന്റെ മോള് സ്കൂളിൽ പോയാ? ഇപ്പൊ പോയതേ ഉള്ളൂ. നിനക്ക് നാളെ ഓട്ടമല്ലോ ഉണ്ട്? നാളെ ഓട്ടമൊന്നുമില്ല. മോക്ക് എങ്ങനെയുണ്ട്? കുറവുണ്ട്, കുഴപ്പമൊന്നുമില്ല. ഭക്ഷണങ്ങളൊന്നും ഇവര് സമയത്തിന് കഴിക്കാറില്ല. ഇവിടെ ഉള്ളതും അങ്ങനെ തന്നെ. ഇപ്പോഴത്തെ തലമുറ ഇല്ലേ? എന്തായാലും നാളെ കാണാം. ഓക്കെ. മോളെ, എന്തു പറ്റി? ഒന്നുമില്ല അച്ഛാ, ചെറിയൊരു ക്ഷീണം. ഭക്ഷണം വല്ലതും കഴിച്ചായിരുന്നോ? ഇല്ല അച്ഛാ. എണീറ്റ് യൂണിഫോം മാറ്റിയിട്ട് വാ. ശരി അച്ഛാ. ഇരിക്കൂ. എന്താ പേര്? ദിവ്യ. പനിയാണ്, 2 ദിവസം കൊണ്ട് ഫുഡൊന്നും കഴിക്കാൻ പറ്റുന്നില്ല. വയറുവേദന ഉണ്ടോ? ഉണ്ട്. എത്ര ദിവസമായി? 2 ദിവസം. 2 ദിവസമായി. ഓക്കെ, ബ്ലഡും യൂറിനും ടെസ്റ്റ് ചെയ്ത് തരണേ. ഓക്കെ. താങ്ക് യു ഡോക്ടർ. ബ്ലഡും യൂറിനും ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞു. എന്താണ് അസുഖം? പനിയോ? പേര്? വിഷ്ണുകുമാർ. നമസ്കാരം സാർ, ഇരിക്കൂ. മകളാണല്ലേ? അതെ സാർ. മകൾ ഗർഭിണിയാണ്. ഒരു ഗൈനക്കോളജിസ്റ്റിനെ കാണിക്കണം. മോളെ, എന്നോട് ക്ഷമിക്കച്ചാ, ഞാൻ പറയുന്നൊന്ന് കേൾക്കച്ചാ. എന്റെ തെറ്റ് തന്നെ അച്ഛാ, എന്നോട് ക്ഷമിക്കച്ചാ. അച്ഛൻ്റെ സ്വപ്നങ്ങളെല്ലാം ഒരു നിമിഷം കൊണ്ട് തകർത്ത് കളഞ്ഞില്ലേ നീ? അറിയാതെ തെറ്റ് പറ്റിപ്പോയച്ചാ. തെറ്റ് ചെയ്യുന്നതിന് മുമ്പ് നീ നിന്റെ അച്ഛനെ കുറിച്ച് ഒരു നിമിഷം ഓർത്തില്ലല്ലോ മോളെ. ഈ സമൂഹം നമ്മളെ നോക്കി പുച്ഛിക്കില്ലേ? എന്റെ തെറ്റ് തന്നെ അച്ഛാ, എന്നോട് ക്ഷമിക്കച്ചാ. അച്ഛൻ എത്ര വേണേ അടിച്ചോ, എത്ര വേണേലും വഴക്ക് പറഞ്ഞോ, ഇങ്ങനെ കരയല്ലേ അച്ഛാ. ആരാവൻ? എന്റെ കോളേജിലെ സീനിയറാ. വീട്? ITO. അച്ഛൻ കോളേജ് അധ്യാപകനാ, അമ്മ വില്ലേജ് ഓഫീസറും എന്നാ പറഞ്ഞ്.
അവൻ്റെ വീട്ടിൽ നീ പോയിട്ടുണ്ടോ? ഇല്ല അച്ഛാ. അവർ നമ്മളെ അംഗീകരിക്കുമോ? രജു നല്ലവനാ, എന്നെ അവന് ജീവനാ. ശരി, ഞാൻ നിന്നെ വിശ്വസിക്കുന്നു. എടാ നീ തന്നെ ഇവിടെ പോയേ? കാണാനിരുന്നല്ലോ കുറച്ച് എവിടെ പോയിരുന്നു? പണിയൊക്കെ കുറവിടെ, എന്ത് ചെയ്യാൻ? ചേട്ടാ, ഇവിടെ ആലന്തര എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിക്കുന്ന ലിജുവിൻ്റെ വീട് എവിടെ നിന്നറിയാമോ? അവിടെ നിനക്കറിയാമോ? അങ്ങനെ ഒരാൾ ഇവിടെ ഇല്ല. നമ്മുടെ ശ്രീകണ്ഠൻ്റെ മോൻ പാക്കാനുണ്ട്. ഓ, അതായിരിക്കും. ഇവിടുന്ന് ഒരു 1/2 കിലോമീറ്ററിന് അപ്പുറത്ത് ചെല്ലുമ്പോൾ ഒരു വളവുണ്ട്. വണ്ടി പോകില്ല, ബൈക്ക് പോകും. വണ്ടി റോഡിൽ ഇട്ടിട്ട് ചോദിച്ചാൽ മതി. ശരി ശരി. ചേട്ടാ, ചേട്ടാ, ആരാ? ആലന്തട്ട എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിക്കുന്ന രിജുവിൻ്റെ വീടല്ലേ? അത് തന്നെ. നീ എന്താണെന്ന് കാര്യം പറ. ഒരു കാരണവും ഇല്ലാതെ ആരും എൻ്റെ വീട്ടിൽ നിറയെ വരാറില്ലല്ലോ. എൻ്റെ മോളെ അവൻ അവൻ പിഴയാ. +2 ജയിച്ചപ്പോ ബൈക്ക് എടുത്ത് കൊടുക്കാത്തതിന് മകൻ തന്ന സമ്മാനമായത്. അവൻ എപ്പോ വരും പോകുമെന്ന് ആർക്കും അറിയില്ല. ഞാൻ അവനോടൊന്നും ചോദിക്കാറുമില്ല. പല പെൺകുട്ടികളുടെയും രക്ഷാകർത്താക്കളുടെ കണ്ണുനീര് ഈ മുറ്റത്ത് വീഴുന്നതാ. ദേ ഇപ്പൊ നിങ്ങളും. അമ്മയില്ലാത്ത കുഞ്ഞ പൊന്നുപോലെയാ ഞാൻ അവളെ നോക്കി വളർത്തിയത്. തകർത്ത് കളഞ്ഞില്ലേ ഒരു നിമിഷം കൊണ്ടെല്ലാം. മോളെ, നീ പറയുമ്പോഴല്ല കാര്യങ്ങൾ. ഞാൻ അവിടെ ചെന്ന് എല്ലാം തിരക്കി. അച്ഛന് ചുമ്മാ തോന്നിയതാ. നിനക്ക് തെറ്റുപറ്റിയതാ. അല്ല അച്ഛാ, അവരുടെ ഫ്രണ്ട്സിനെയൊക്കെ എനിക്ക് അറിയാന്നുള്ളതല്ലേ. എന്നെ വിശ്വസിക്കും മോളെ, ഞാൻ പറഞ്ഞ സത്യമാണ്. ഇല്ല അച്ഛാ, അത് ഞാൻ വിശ്വസിക്കില്ല. എന്നെ പറ്റിക്കാൻ നോക്കണ്ട. രജു ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റൂല. അവൻ എന്നെ ചതിക്കൂല അച്ഛാ. ഞാൻ പിന്നെ ജീവനോട് ഉണ്ടാവില്ല. പോ, നീ പോയി ചാവ്. മോളെ,
ഇനി സ്വതന്ത്രമായി ജീവിക്കണം. അതിന് ഞാൻ എന്ത് വേണം? അതൊന്നും എനിക്കറിയേണ്ട കാര്യമില്ല. ഞാൻ എവിടെ നിന്ന് എടുത്ത് തരാനാ? ശ്രീകണ്ഠ, നീ എന്റെ അച്ഛനൊന്നും ഞാൻ നോക്കില്ല. അച്ഛൻ്റെ കയ്യിൽ എവിടെ നടപ്പണം? അതൊന്നും എനിക്കറിയേണ്ട കാര്യമില്ല. എനിക്കിപ്പൊ കാശ് കിട്ടണം. നിനക്ക് തരാൻ ഇവിടെ കാശില്ല. മര്യാദക്ക് ഇറങ്ങിപ്പോ. ഇടാ ശ്രീകണ്ഠ. എടുക്കുന്ന കഴിഞ്ഞോട്ട്. തൽക്കാലം എനിക്കിത് മതി. മാറി നിൽക്കടി. മോനെ ഒന്നും ചെയ്യല്ലേ ആ അച്ഛാ. മോളെ സൂക്ഷിച്ച് വളർത്തിയില്ലെങ്കിൽ കണ്ടവന്റെ വീട്ടിൽ നടയിൽ വന്ന് നിരങ്ങേണ്ടി വരും. എണീറ്റ് പോടാ. അച്ഛാ, എന്നെ നോക്കച്ചാ. വെറുതെ ഇരുന്ന് കരയില്ല അച്ഛാ. എനിക്കൊന്നും അറിയില്ല അച്ഛാ. അച്ഛൻ എന്ത് പറഞ്ഞാൽ ഞാൻ അനുസരിക്കും. എനിക്കൊരു തെറ്റ് പറ്റിപ്പോയച്ചാ. അച്ഛൻ ക്ഷമിച്ചെന്നൊരു വാക്ക് പറയച്ചാ. അച്ഛൻ പണ്ടേ എന്നെ അടിച്ചിട്ടില്ല, വഴക്കും പറഞ്ഞിട്ടില്ല. അച്ഛൻ്റെ പൊന്നുമുള്ള ശ്രമിക്കില്ലേ അച്ഛാ. അമ്മയെ മനസ്സിൽ കൊണ്ടുകിടന്നത് എന്നെ തോളിലിരുത്തി വളർത്തിയ അച്ഛനല്ലേ. എന്നോട് ക്ഷമിച്ചെന്ന് ഒരു വാക്ക് പറയച്ചാ. എന്നോട് ക്ഷമിക്കച്ചാ. അച്ഛാ, എന്നോട് ക്ഷമിച്ചു എന്ന് പറയച്ചാ. അച്ഛാ, പ്ലീസ് അച്ഛാ.